ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് വ്യാപക നാശനഷ്ടമാണ് സംഭവിച്ചത് എന്ന കാര്യങ്ങൾ അടുത്തിടെയായി പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. തങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ പുറം ലോകം അറിഞ്ഞില്ലെങ്കിൽ സാമ്പത്തികമായി ഒരു സഹായവും ലഭിക്കാതെ വരുമെന്ന ആശങ്കയിലാണ് രാജ്യമെന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആക്രമണത്തിലുണ്ടായ നാശനഷ്ടങ്ങളെല്ലാം ഒന്നൊന്നായി വിവരിക്കുകയാണ് ഉദ്യോഗസ്ഥർ. ഇന്ത്യൻ വ്യോമസേന തകർത്ത ബൊളാരി ഹാങ്കറിന്റെ മേൽക്കൂര പൊളിച്ചു മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ. 2025 മെയ് 10 ഇന്ത്യൻ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ തകർന്ന ബൊളാരി വ്യോമതാവളത്തിലെ ഒരു ഹാങ്കറിന് സംഭവിച്ച വ്യാപകമായ കേടുപാടുകൾ പുനർനിർമ്മിക്കുന്നതിനോ നന്നാക്കുന്നതിനോ ഉള്ള പ്രാരംഭഘട്ടത്തിലാണ് പാകിസ്ഥാൻ വ്യോമസേന. അതായത് പാകിസ്ഥാൻ വെടിനിർത്തൽ മേശയിലേക്ക് വരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് രണ്ട് അയൽക്കാർ തമ്മിലുള്ള 88 മണിക്കൂർ നീണ്ടുനിന്ന യുദ്ധം ഒടുവിൽ അവസാനിപ്പിച്ചു. IAF ആക്രമണത്തിൽ ഒരു PAF എയർബോൺ എയർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ വിമാനം, ഒരു സാബ് 2000 എറിയെ ഇവിടെ നശിപ്പിക്കപ്പെട്ടു എന്ന് IAF വിശ്വസിക്കുന്നുണ്ട്. ജനുവരി 28 വാൻഡർ എടുത്ത ഈ റിപ്പോർട്ടിൽ നിർമ്മിത ചിത്രത്തിൽ ഹാങ്കറിന്റെ തകർന്ന പച്ച മേൽക്കൂരയുടെ ഭാഗങ്ങൾ അടർന്നു മാറിയതായി കാണിക്കുന്നുണ്ട്. കോർ കേടുപാടുകൾ ഇപ്പോഴും വ്യക്തമായി കാണാമെങ്കിലും തകർന്ന മേൽക്കൂര ഭാഗികമായി പൊളിച്ചു മാറ്റുന്നതിന്റെ ലക്ഷണങ്ങൾ കാണപ്പെടുന്നു. ഇത് തയ്യാറെടുപ്പ് അല്ലെങ്കിൽ പ്രാരംഭഘട്ട പുനർനിർമ്മാണ പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ IAF ആക്രമിച്ച മറ്റ് താവളങ്ങളിലെ പാകിസ്ഥാൻ അറ്റകുറ്റപ്പണി പ്രവർത്തനങ്ങളുമായി ഇത് പൊരുത്തപ്പെടുന്നു. പൂർണ്ണമായ അറ്റകുറ്റപ്പണിയിൽ പുതിയ മേൽക്കൂര, ഘടനാപരമായ ശക്തിപ്പെടുത്തൽ, എല്ലാ അവശിഷ്ടങ്ങളും വൃത്തിയാക്കൽ എന്നിവ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. ഘടന ഉപേക്ഷിക്കുന്നതിനപ്പുറം ചില പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നും പുതിയ ചിത്രം സൂചിപ്പിക്കുന്നു. 2025 മെയ് 10 ഇന്ത്യൻ വ്യോമസേന ആക്രമിച്ച ബൊളാരി വ്യോമതാവളത്തിലെ ഹാങ്കറിന്റെ ആക്രമണത്തിന് മുൻപും ശേഷവുമുള്ള ചിത്രങ്ങൾ. വ്യോമസേന ആക്രമിച്ച കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ ചുവന്ന ടാർപോളിൻ കണ്ടെത്തിയ മുറിതിൽ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് NDTV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. സുക്കൂറിൽ ഒരു UAV ഹാങ്കർ തകർന്നു. നൂർഖാൻ വ്യോമതാവളത്തിൽ ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ നീക്കം ചെയ്തിരുന്നു. 2025 മെയ് 10 രാവിലെ 10 ഉച്ചയ്ക്ക് 12 ഇടയിലാണ് ബൊളാരിയിലെ ഹാങ്കറിന് നേരെ ആക്രമണം നടന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വലിയ തോതിലുള്ള ഡ്രോൺ കടന്നുകയറ്റത്തിനും ഇന്ത്യൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിടാനുള്ള PAF ശ്രമങ്ങൾക്കും മറുപടിയായി പാകിസ്ഥാൻ താവളങ്ങളിൽ ഇന്ത്യൻ വ്യോമസേന ആക്രമണം ശക്തമാക്കിയ സമയത്തായിരുന്നു ഇത്. ബൊളാരി ആക്രമണത്തിൽ ഉപയോഗിച്ച ആയുധം ഏതാണെന്ന് വ്യോമസേന തിരിച്ചറിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ വ്യോമസേന നിരവധി എയർ ടു സർഫസ് യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചതായി കരുതപ്പെടുന്നുണ്ട്. റാഫേൽ യുദ്ധവിമാനങ്ങൾ, ഫ്രഞ്ച് സ്കാൽപ് മിസൈലുകൾ, സുഖോയ് 30 MKI യുദ്ധവിമാനങ്ങൾ, ഇസ്രായേലി റാംപേജ് മിസൈലുകൾ, മിറാജ് 2000കളിലെ ഇസ്രായേലി ക്രിസ്റ്റൽ മെയ്സ് മിസൈലുകൾ. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ വ്യോമതാവളങ്ങളിലും തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങളിലും നടത്തിയ ആക്രമണങ്ങളിൽ സുഖോയിസ്, ബ്രഹ്മോസ് എയർ ടു സർഫസ് മിസൈലുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടാം. മെയ് 10 ഉച്ചകഴിഞ്ഞ് 3:35 ബൊളാരിയിൽ ആക്രമണം നടന്നത് മണിക്കൂറുകൾക്കുള്ളിൽ പാകിസ്ഥാൻ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് മേജർ ജനറൽ കാഷിഫ് അബ്ദുള്ള ഇന്ത്യയുടെ DGMO ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായുമായി ഒരു ഹോട്ട് ലൈനിൽ സംസാരിച്ചു. അതേ ദിവസം വൈകുന്നേരം 5 മണി മുതൽ പ്രാബല്യത്തിൽ വരേണ്ട അടിയന്തര വെടിനിർത്തൽ ചർച്ച ചെയ്തു. ഈ സംഭാഷണത്തിന് ശേഷം നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും അപേക്ഷിത സമാധാനം പുനഃസ്ഥാപിക്കാൻ ഏകദേശം 48 മണിക്കൂറുകൾ എടുത്തു. മെയ് 9 ഇസ്ലാമാബാദ് ഇന്ത്യക്കെതിരെ ആക്രമണം ശക്തമാക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നാണ് ഇന്ത്യ പാകിസ്ഥാൻ വ്യോമതാവളങ്ങളിൽ ആക്രമണം നടത്തിയത്. ബൊളാരിയിലെ ആക്രമണത്തിൽ ഒരു ഓഫീസർ ഉൾപ്പെടെ 6 PAF ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായി സിന്ധ് മുഖ്യമന്ത്രി മുറാദ് അലി ഷാ ഒരു പ്രസ്താവനയിൽ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്.